വിദ്വേഷത്തിന് കേസില്ലേ എന്നായിരുന്നു ചോദ്യം. കേസെടുക്കേണ്ടതായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. കേസെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ഇതുവരെ കിട്ടിയില്ലെങ്കിൽ ദാ ഇപ്പോൾ ഈ നിമിഷം ഒരു കണ്ടന്റ് ജനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് അല്പസമയം മുമ്പ് ആലുവ അദ്വൈതാശ്രമത്തിൽ ആലുവ യൂണിയൻ സംഘടിപ്പിച്ച ശാഖാ നേതൃത്വ സംഗമത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തി സംസാരിച്ച വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു വാചകം ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. സാമുദായിക സർവേ എടുക്കുമ്പോൾ സാമ്പത്തിക സർവേ കൂടി വേണം, കുഴപ്പമില്ല. വിരുന്നു വന്നവർ വീട്ടുകാരായി, വീട്ടുകാർ പുറമ്പോക്കിലുമായി എന്നുള്ളതാണ്. ആരെ ഉദ്ദേശിച്ചാണ് എന്നുള്ളത് പ്രേക്ഷകർക്കറിയാമല്ലോ. നോക്കൂ, അതിൻ്റെ ആദ്യ ഭാഗത്തിൽ പറയുന്നു മുസ്ലിം ലീഗിനെ കുറിച്ച് ചത്ത കുതിരയാണെന്ന് നെഹ്റു പറയുന്നു, ഉറങ്ങുന്ന സിംഹമാണെന്നാണ് CH മുഹമ്മദ് കോയ പറഞ്ഞത്. രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമാണെന്ന് കരുതാം. എന്നാൽ നോക്കൂ, ന്യൂനപക്ഷങ്ങൾ എന്ത് ചെയ്താലും ചോദിക്കാനുള്ള ധൈര്യം ഒരു പാർട്ടിക്കുമില്ല. മുസ്ലിം സമുദായം എന്തെങ്കിലും പറഞ്ഞാൽ ഇവർ മിണ്ടുമോ? അവർക്കെല്ലാം വോട്ടു രാഷ്ട്രീയമാണ്. മതപണ്ഡിതന്മാരാണ് കൊടുവാളുമായി ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ പറയുന്നു വിരുന്നു വന്നവർ വീട്ടുകാരായി, വീട്ടുകാർ പുറമ്പോക്കിലുമായി എന്നാണ് പ്രസ്താവന. എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാം പൗരന്മാരായി ഒരു സമുദായത്തെ അധിക്ഷേപിക്കുന്ന BJPയുടെ സംഘപരിവാറിൻ്റെ അതേ ലൈൻ തന്നെയാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ വ്യക്തമായി കൈക്കൊള്ളുന്നത്. ഇതാദ്യമായിട്ടല്ലല്ലോ. നൗഷാദിൻ്റെ കഥ നമ്മൾ കണ്ടതല്ലേ. അന്ന് പിൽക്കാലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നത് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ വാചകം ഇതാണ്: അഴുക്കുചാൽ വൃത്തിയാക്കവേ മാൻഹോളിൽ കുടുങ്ങിയ 2 തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ട ഓട്ടോ തൊഴിലാളിയും വേങ്ങേരി സ്വദേശിയുമായ നൗഷാദിനെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ അധിക്ഷേപം മനുഷ്യത്വമില്ലായ്മയും വെളിവില്ലായ്മയുമാണ്. കേരളത്തിലെ തൊഗാഡിയാകാൻ നോക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ വിഷം വമിപ്പിക്കുകയാണ് എന്നാണ് പിണറായി വിജയൻ 29 നവംബർ മാസം 2015 ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. കേരളത്തിലെ തൊഗാഡിയ എന്ന് പിണറായി വിജയൻ വിശേഷിപ്പിച്ച അതേ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഇന്ന് അതേ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രി ഇന്ന് വിശേഷിപ്പിച്ച വാചകം വിശ്രമജീവിതം നയിക്കുന്ന കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന ഭാവനാസമ്പന്നനായ നേതാവാണ് എന്നാണ്. കേരളത്തിൻ്റെ തൊഗാഡിയയിൽ നിന്ന് ചരിത്രം സൃഷ്ടിക്കുന്ന ഭാവനാസമ്പന്നനായ നേതാവ് എന്ന നിലയിലേക്ക് പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു മന്ത്രിക്ക് മാറാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 1. ഇതിനുള്ള ഉത്തരം CPM അടിയന്തരമായി നൽകണം. ഇന്നിപ്പോൾ CPM കൊടുത്തിരിക്കുന്ന, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച വളരെ ദുർബലമായൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ ദുർബലമായ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് SNDP എന്നുള്ളതാണ്. സർ, SNDPക്കല്ല പ്രശ്നം. SNDPയുടെ തലപ്പത്തിരുന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ സൂചനയുള്ള അത്യന്തം വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾക്കാണ് പ്രശ്നം. അത് കേരളത്തെ ഇന്ന് എങ്ങനെ ചിന്തിപ്പിക്കാൻ പോകുന്നു എന്നതിന് ഉദാഹരണമാണ് ന്യൂനപക്ഷ സമുദായത്തിലെ ചില നേതാക്കൾ കൂടി നടത്തിയിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത്. ഞാൻ 2 കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയാം. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയമായ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾക്കും അപ്പുറം പറഞ്ഞതെല്ലാം പരമാബദ്ധമാണ്. മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റാൻ പോകുന്നുവെന്ന് VS പറഞ്ഞിരുന്നു. അങ്ങനെ VSന് ഒരു അഭിപ്രായമുണ്ടായിരുന്നു. VS എന്താണ് പറഞ്ഞത്? VSനെ കൂട്ടുപിടിച്ച് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷം സംഘപരിവാറിലെ അനുയായികൾ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രചരണമുണ്ട്. ആ പ്രചരണത്തിൻ്റെ ഭാഗമല്ലേ അത്? പച്ചക്കള്ളമല്ലേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്? VS അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലെ വസ്തുതയല്ലേ? 2010 ജൂലൈ മാസം 24-ാം തീയതി ഒരു ചാനൽ അഭിമുഖത്തിൽ VS അച്യുതാനന്ദൻ NDF നടത്തുന്ന പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. പശ്ചാത്തലം എന്താണെന്നറിയാമോ? പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രീഡം പരേഡ് നടക്കുന്ന സമയം, ആ ഫ്രീഡം പരേഡുമായി ബന്ധപ്പെട്ട് വിവാദം ഉയരുമ്പോൾ NDFൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് VS അച്യുതാനന്ദൻ. അതിൽ VS അച്യുതാനന്ദൻ പറയുന്നു, പണവും ആയുധങ്ങളും കൊണ്ടും ഇവർ കൊല്ലിക്കും, അതിനുശേഷം അവർ കാലുവെട്ടുന്നതും കൈവെട്ടുന്നതുമൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഇതൊക്കെയാണ് അവരുടെ പരിപാടി. ഓഗസ്റ്റ് 15-ന് ഈ ഫ്രീഡത്തിൻ്റെ ഭാഗമായിട്ട് അവരും അതിൻ്റെ ഭാഗമായി അണിനിരക്കും. എന്നിട്ട് പറയുന്നു, ഈ ദേശീയവാദികളുടെ ഒപ്പം അണിനിരന്നുകൊണ്ട് അവരവരുടെ സാന്നിധ്യം അറിയിക്കാൻ നോക്കും. NDFനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, അവർ ചെറുപ്പക്കാരെ സ്വാധീനിക്കുകയും പണം കൊടുക്കുകയും മുസ്ലിം പെൺകുട്ടികളുമായി വിവാഹം നടത്തുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഇവർ ആരാണ്? NDFും പോപ്പുലർ ഫ്രണ്ടും ആ രീതിയിൽ വർഗീയ ലക്ഷ്യം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞതിനെ മുസ്ലിം സമുദായം കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറും എന്ന് VS പറഞ്ഞു എന്ന പച്ചക്കള്ളം പറഞ്ഞാണ് വെള്ളാപ്പള്ളി നടേശൻ അത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത, ഒരാൾ പോലും പറയാൻ പാടില്ലാത്ത പച്ചക്കള്ളം പറഞ്ഞു. അത് പറഞ്ഞാണ് വർഗീയതയ്ക്ക് തുടക്കമിടുന്നത്. അതിനെയാണ് ഇവിടെ എൻഡോഴ്സ് ചെയ്യുന്നത്. ആരെൻഡോഴ്സ് ചെയ്യുന്നത്? CPMൻ്റെ മന്ത്രിസഭയിൽ ഒരു അംഗം എൻഡോഴ്സ് ചെയ്യുന്നത്. തീർന്നില്ല. K. ബാബു
എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ഏക MLA ആണ് ഇപ്പോൾ കെ ബാബു. അദ്ദേഹം തന്നെ പറയുന്നത് എന്താ, ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഏക MLA ആണ് ശ്രീ കെ ബാബു. അദ്ദേഹം പറയുന്നത് എന്താ, അദ്ദേഹം പറയുന്നു ഈ മാധ്യമങ്ങൾ വേട്ടയാടിയ നേതാവ് ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു നേതാവില്ല. ഹൈബി ഈഡൻ പറയുന്നു പറയാനുള്ളത് മുഖത്തു നോക്കി പറയാനുള്ള കഴിവുള്ള നേതാവാണ്. ഇതാണോ പറയാനുള്ള മുഖത്തു നോക്കി പറയാനുള്ള കഴിവ് ശ്രീ ഹൈബി ഈഡൻ? എന്താണ് VM സുധീരൻ ഈ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞത്? 2016 പറഞ്ഞ വാചകമല്ലേ, കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ ഭ്രാന്തനാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞതല്ലേ? ഇവിടെ നിന്നും എവിടേക്കാണ് പോകുന്നത്? പിണറായി വിജയൻ അന്ന് തൊഗാഡി എന്ന് വിമർശിക്കുന്നു, വെള്ളാപ്പള്ളിയെ സുധീരൻ വർഗീയ ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിക്കുന്നു. പിന്നീട് 10 വർഷം കഴിയുമ്പോഴേക്കും ചരിത്രം സൃഷ്ടിക്കുന്ന ഭാവനാസമ്പന്നനായ നേതാവായി വെള്ളാപ്പള്ളി നടേശൻ മാറുന്നത് എങ്ങനെയാണ്? CPM-ന് എങ്ങനെയാണ് പറയാനുള്ളത് മുഖത്തു നോക്കി പറയാനുള്ള നേതാവായി കോൺഗ്രസിന് മാറുന്നത്? എങ്ങനെയാണ് മാധ്യമങ്ങൾ വേട്ടയാടിയ നേതാവായി കോൺഗ്രസിന് വെള്ളാപ്പള്ളി നടേശൻ മാറുന്നത്? ഇവിടെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തമായ സമുദായ പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ പാർട്ടികൾ. അതിന് കേരളം കൊടുക്കുന്ന വില ചെറുതല്ല എന്നതാണ് എനിക്ക് പറയേണ്ടത്. രണ്ടാമത്തെ പച്ചക്കള്ളം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താ? ഇപ്പോൾ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ ജനസംഖ്യയുടെ വർധനവ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും അതനുസരിച്ച് ഭൂരിപക്ഷം കിട്ടാൻ പോവുകയാണ് എന്നുള്ള ഒരു കണക്കാണല്ലോ പറഞ്ഞത്. പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? നമ്മുടെ മുമ്പിൽ ഒരു ഡേറ്റയില്ലേ? ഏതാ ഡേറ്റ? ആ ഡേറ്റ എന്ന് പറയുന്നത് ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ ഡേറ്റയാണ്. ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ ഡാറ്റയിൽ 2001 മുതൽ 2011 വരെയും 2011 മുതൽ 2021 വരെയുമുള്ള കണക്കെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുസ്ലിമുകളുടെ വളർച്ചാ നിരക്കും ഹിന്ദുക്കളുടെ വളർച്ചാ നിരക്കും താരതമ്യം ചെയ്തു നോക്കാം. 2001 മുതൽ 2011 വരെ ഹിന്ദു സമുദായത്തിൻ്റെ വളർച്ചാ നിരക്ക് 19.92% 16.76% ചുരുങ്ങി. എന്ന് പറഞ്ഞാൽ 3.2% കുറവ് ഹിന്ദു സമുദായത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുന്നു. അതേസമയം മുസ്ലിം ജനസംഖ്യയുടെ വളർച്ചാ നിരക്ക് 2001 ഉണ്ടായിരുന്ന 29% നിന്ന് 24% താഴുന്നു. വളർച്ചാ നിരക്കിൽ കുറവത്ര? ഹിന്ദു സമുദായത്തിൻ്റെ വളർച്ചാ നിരക്കിൽ 3.2% മാത്രം ഇടിവുണ്ടാവുമ്പോൾ മുസ്ലിം ജനസംഖ്യയുടെ കാര്യത്തിൽ 5% ഇടിവാണ് ഉണ്ടാവുന്നത്. വളർച്ചാ നിരക്കിൽ ഉള്ള വ്യത്യാസം ഇത് 2011 വരെ, 2011 മുതൽ 2021 വരെ 1% വളർച്ചാ നിരക്കിലുള്ള വ്യത്യാസം മാത്രമേ ഹിന്ദു സമുദായത്തിൽ ഉണ്ടാവുന്നുള്ളൂ. അത് 16.76% നിന്നും 15.76% വരുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ കണക്ക് 24.6% നിന്ന് 18.2% കുറയുകയാണ്. മുസ്ലിം സമുദായത്തിൻ്റെ വളർച്ചാ നിരക്കിലെ കുറവ് ഹിന്ദു സമുദായത്തിലെ വളർച്ചാ നിരക്കിലെ കുറവിനേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 5.6% മുസ്ലിം വളർച്ചാ നിരക്കിൽ കുറവുണ്ടാവുമ്പോൾ 1% മാത്രമാണ് ഹിന്ദു സമുദായത്തിലെ വളർച്ചാ നിരക്കിൽ കുറവുണ്ടാവുന്നത്. ഇതല്ലേ യാഥാർത്ഥ്യം? ഈ യാഥാർത്ഥ്യങ്ങൾ മുന്നിലിരിക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തോട് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളം അർഹിക്കുന്ന അജ്ഞതയുടെ തള്ളിക്കളയുക മാത്രമല്ല, ഇപ്പോൾ ഇതാ പുതിയൊരു നിർവചനം നൽകിയിരിക്കുന്നു. പുറത്തുനിന്ന് വന്നവർ നമ്മുടെ നാടിനെ ഭരിക്കുന്നു എന്ന മട്ടിലുള്ളൊരു പ്രചരണം നടത്തുമ്പോൾ വിരുന്ന് വന്നവർ വീട്ടുകാരായിട്ട് മാറുന്നു എന്നുള്ളൊരു പ്രചരണം നടത്തുമ്പോൾ നിങ്ങൾക്കതിനെ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? വിരുന്ന് വന്നവരാണോ ഇവിടുത്തെ മുസ്ലിം സമുദായം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എന്ത് ചരിത്രബോധമാണുള്ളത്? അത് സംഘപരിവാറിൻ്റെ നെഗറ്റീവ് അല്ലേ? വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണോ? ഇവിടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ദ്രാവിഡീയ സംസ്കാരം മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ആരൊക്കെയാണ് നമ്മുടെ നാട്ടിലായിരുന്ന മനുഷ്യർ, പുറത്തു നിന്ന് വന്ന മനുഷ്യർ? നമ്മുടെ മുന്നിൽ ചരിത്രവും വസ്തുതകളുമില്ലേ? ഇങ്ങനെ ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ സഹോദരന്മാരെ രണ്ടാം പൗരന്മാരായി അധിക്ഷേപിച്ച് സംസാരിക്കുന്ന പ്രവണത തുടങ്ങുകയാണ്. ഈ വെള്ളാപ്പള്ളി നടേശന് മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രശ്നമാണ്. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഏതോ ഒരു പ്രത്യേക ബാധ ബാധിച്ചതുപോലെ വെള്ളാപ്പള്ളി നടേശൻ മാറുന്നു എന്നുള്ളതാണ്. ഈ കളി എന്തിനു വേണ്ടിയാണെന്നറിയാം. അതിൻ്റെ രാഷ്ട്രീയ കളിയുടെ സൂചനയാണ് ഒരുപക്ഷെ നമ്മൾ ഭയപ്പെടുന്നത്. അത് CPM-ഉം ഒരേപോലെ കോൺഗ്രസും എൻഡോസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. BJP ഇത് പൂർണ്ണമായിട്ടുള്ള നെഗറ്റീവായിട്ട് എടുക്കുന്നു. BJP നടത്താൻ പോകുന്ന ഏറ്റവും വലിയ പ്രചരണം ഇതല്ലേ? 11 ഇടങ്ങളിൽ 1ാം സ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന BJP-ക്ക് കിട്ടിയ ആയുധമല്ലേ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രസ്താവന? 39% ഈഴവ പിന്തുണയുള്ള ഒരു പാർട്ടിയായി BJP മാറിക്കഴിഞ്ഞില്ലേ? ആ നിലയിൽ BJP-യിലേക്കുള്ള വോട്ടിൻ്റെ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കുക, അത് കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നുമുള്ള വോട്ടുകളെ ഷിഫ്റ്റ് പിളർത്തുക. അങ്ങനെ 2026-ൽ CPM വീണ്ടും അധികാരത്തിലേക്ക് വരികയും BJP കേരളത്തിൽ വളരുകയും ചെയ്യുക എന്ന് പറയുന്നൊരു ലോങ് പൊളിറ്റിക്കൽ ഗെയിൻ. അതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ മനസ്സിലുള്ളത്. അതേതെങ്കിലും തരത്തിൽ UDF-നെയോ ഇവിടുത്തെ ഈഴവ സമുദായത്തെയോ സഹായിക്കാൻ വേണ്ടിയുള്ളതല്ല. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ സാമുദായിക സന്തുലിതാവസ്ഥയുടെ മേൽ ഒരു മുന്നയായി മാറരുത് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള നേതാക്കളെന്നേ നമുക്ക് പറയാനുള്ളൂ. ഗുരു പറഞ്ഞതിൻ്റെ
ഏതെങ്കിലും ഒന്ന് BSF ഫണ്ട് പറഞ്ഞിട്ടുണ്ട് 100 കോടിയിലധികം രൂപയുടെ പണം വാങ്ങിയിട്ടല്ലേ നിങ്ങൾ ഇവിടെ കച്ചവടം നടത്തുന്നത് എന്ന്. അതിനൊക്കെയുള്ള മറുപടി കാലം സമർപ്പിക്കേണ്ടതാണ്. ഇന്ന് ആ കോളേജുകളുടെ അവസ്ഥ നോക്കിയാലും നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, ഗുരു പറഞ്ഞ ഒരു കാര്യത്തിലും ഗുരുവിനോട് നീതി പുലർത്താത്ത ഒരു സംവിധാനം ഇവിടെയുണ്ട്. ആ നീതി പുലർത്താത്ത സംവിധാനത്തിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ പടിയിറങ്ങുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ല. അതല്ലെങ്കിൽ ചരിത്രത്തിൽ ഈ ശ്രീനാരായണ ഗുരു ഇരുന്ന പാതയിൽ സഞ്ചരിച്ച് ആ മനുഷ്യനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നൊരു സാമുദായിക നേതാവായി ചരിത്രം വാഴ്ത്തുന്ന കാലം അധികം ദൂരമല്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ, ഇത് സംഭവിച്ചിരിക്കുന്നത് വ്യക്തമായ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയാണ്. അതിപ്പോൾ എൻഡോഴ്സ് ചെയ്യേണ്ട പരിതാപകരമായ അവസ്ഥയിലേക്ക് കോൺഗ്രസും CPM മാറിക്കഴിഞ്ഞിരിക്കുന്നു. BJP എതിരെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ പോകുന്നു. ഇതുണ്ടാക്കാൻ പോകുന്ന തകരാറ് എന്ന് പറയുന്നത് നമ്മുടെ സാമുദായിക സന്തുലിതാവസ്ഥയുടെ ഒരു ഐക്യമുണ്ടല്ലോ, ആ ഐക്യത്തെയും സൗഹാർദ്ദത്തെയും ആയിരിക്കും എന്നുള്ളതാണ്. അത് ആ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ വല്ലാതെ ബാധിക്കും എന്നുള്ളതാണ്. അത് വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഒരൊറ്റ ജാതിയും ഒരൊറ്റ മതത്തെക്കുറിച്ചും പറയുകയും മനുഷ്യനെന്ന മതത്തെക്കുറിച്ച് പറയുകയും ചെയ്ത ശ്രീനാരായണ ഗുരുവിൽ നിന്ന് മതം തിരിച്ച് ജാതി തിരിച്ച് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. അവിടെ വെള്ളാപ്പള്ളി നടേശനാണ് ഇവിടെ ഈ വർഗീയമായിട്ടുള്ള ഭ്രാന്ത് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വാചകങ്ങളെങ്കിലും കേസിന് പര്യാപ്തമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കേസെടുത്ത് നിലയ്ക്ക് നിർത്തുക എന്നതാണ്. PC ജോർജിനെതിരെ എങ്ങനെയാണോ നിലപാട് സ്വീകരിക്കുന്നത് അതേ നിലപാട് സ്വീകരിക്കാൻ പര്യാപ്തമാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകളും. Meet the editors.